السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. നമ്മൾ ഉറുദു റീഡറിലെ സബക്ക് 3 എത്തിയല്ലോ. അതിലെ 3 ഇപ്പം നമ്മൾ അവസാനമായിട്ട് ഇത് ആദ്യത്തെ നമ്മൾ പാഠത്തിൽ പഠിച്ചത് ലൊമീറുകളാണ്. എങ്ങനെയാണ് പ്രൊണൗൺസുകൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക, അതിൻ്റെ അവസാനത്തിൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ അതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ജുംല ഇസ്മിയ തയ്യാറാക്കുക എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഇലാഫത്തിൻ്റെ കാ കീ കെ അതൊക്കെ പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരു സിഫത്തിന്, ഒരു വസ്തുവിനെ എങ്ങനെ അതിനൊരു വിശേഷണം പറയാം. വിശേഷണം എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് വിശേഷിപ്പിക്കുക. നമ്മൾ പറയണത് മുഹമ്മദ് എന്താ പറയുക, നല്ല ഭംഗിയുള്ള മുഹമ്മദ്, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള പൂവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയുന്നത് ജമീലുൻ എന്ന് പറയും, ഭംഗിയുള്ളതിന് അറബിയിൽ. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യണം, നമുക്ക് ഉറുദുവിൽ എങ്ങനെയാണ് ഒരു വസ്തുവിനെ പറ്റി ഒരു വിശേഷണം, ഒരു സിഫത്ത് പറയുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ചർച്ച. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ മലയാളത്തിലെ ശൈലിയാണ് ഉറുദുവിൽ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് സിഫത്തിൻ്റെ വിഷയത്തിലും. ഇപ്പോൾ എന്ത് പറയുമ്പോൾ ചുവന്ന കോട്ട, അതാണ് നമ്മൾ ആദ്യമായിട്ട് ലാൽ കലം. അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടതാണ് ചുവന്ന എന്നുള്ളതാണ്. അറബിയിലല്ല, മലയാളത്തിൻ്റെ അതേ ശൈലിയാണ്. ചുവന്ന കോട്ട, അല്ല ചുവന്ന പേന എന്നർത്ഥം. ലാൽ കലം, ചുവന്ന പേന. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളത് അറബിയിലാണെങ്കിലോ അൽ കലമുൽ അഹ്മറു എന്ന് ശേഷമാണ് പറയുക. നമ്മൾ ഉറുദുവിൽ നേരെ ഓപ്പോസിറ്റാണ്. ആദ്യം എന്താണ് പറയുക, സിഫത്താണ് പറയുക, പിന്നെയാണ് മൗസൂഫ്, ഈ വിശേഷണം പറയപ്പെട്ട വസ്തു. ഓക്കെ. വിശേഷണം എന്താണ്, ചുവന്ന എന്നുള്ളതാണ്. വിശേഷണം പറയപ്പെട്ടതോ പേന എന്നുള്ളതാണ്. പേനയ്ക്കല്ല വിശേഷണം പറയുന്നത്. അപ്പോൾ അറബിയിൽ നേരെ ഓപ്പോസിറ്റാണ് ഉറുദുവിൽ ഉള്ളത് എന്നർത്ഥം. അപ്പോൾ ഉറുദു മലയാളം ഒരുപോലെയാണ്. ചുവന്ന പേന, ലാൽ കലം. ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത് സിഫത്ത് പറയുമ്പോൾ. സിഫത്ത് എന്ന് പറഞ്ഞാൽ അതിനൊരു വിശേഷണം പറയുക എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് പാഠം നോക്കാം. യലാൽ കലം കിസ്കാ ഹേ, യലാൽ കലം മേരാ ഹേ, और ये काला चश्मा भी मेरा है. യലാൽ കലം കിസ്കാ ഹേ, ഈ ചുവന്ന പേര് ആരുടേതാണ്? കിസ്കാ ഹേ, ആരുടേതാണ്? യലാൽ കലം മേരാ ഹേ, ആ ചുവന്ന പേന, ഈ ചുവന്ന പേന മേരാ ഹേ, എൻ്റേതാണ്. और ये काला चश्मा, അതോടൊപ്പം തന്നെ പിന്നെ ये काला चश्मा, ഈ കാല ചഷ്മ എന്ന് പറഞ്ഞാൽ കണ്ണട എന്നർത്ഥം കേട്ടോ. और ये काला चश्मा भी मेरा है, കാല എന്ന് പറഞ്ഞാൽ കറുത്ത എന്നർത്ഥം കേട്ടോ. और ये काला चश्मा, ഈ കറുത്ത, ചഷ്മ കണ്ണടയും, ബി എന്നാൽ എന്നർത്ഥം, ഐലൻ ഓൾസോ എന്നർത്ഥം, അതും എന്നർത്ഥം. ഓക്കെ. കണ്ണടയും മേരാ ഹേ, എൻ്റേതാണ്. അപ്പോൾ ഇതിൽ എ എന്നാൽ ഇത്, ലാൽ എന്ന് പറഞ്ഞാൽ ചുവന്ന, ലാൽ കലം, ലാൽ കല എന്ന് പറയും ചെങ്കോട്ടയ്ക്ക്. അതുപോലത്തെ ലാൽ കലം എന്ന് പറഞ്ഞാൽ ചുവപ്പ് പേന എന്നർത്ഥം. കിസ്കാണ് ആരുടേത്, മേരാണ് എൻ്റേത്. ചഷ്മ പറഞ്ഞാൽ കണ്ണട എന്നർത്ഥം, ബി പറഞ്ഞാൽ എന്നർത്ഥം, ഐലൻ അതും എന്നർത്ഥം കിട്ടാൻ കേട്ടോ. മേരാണ് എൻ്റേത്. അപ്പോൾ ഇതിൽ പദങ്ങൾ ഓക്കെ. പിന്നെ അടുത്തത് നഈ കിതാബ് സാജിദ് കി ഹേ. നഈ കിതാബ്, നഈ കിതാബ്. നഈ എന്ന് പറഞ്ഞാൽ ന്യൂ എന്നർത്ഥം, പുതിയ എന്നർത്ഥത്തിന് കിട്ടും. പിന്നെ മനസ്സിലാക്കേണ്ടത് അത് മുഅന്നസ് മുദക്കറൊക്കെ ഉണ്ട്. ഇപ്പോൾ മുഅന്നസായ പദമാണ് നഈ എന്നുള്ളത്. അങ്ങനെ നഈ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്, കിതാബ് എന്നുള്ളത് മുഅന്നസാണ്. അപ്പോൾ കിതാബ് മുഅന്നസ് ആയത് കൊണ്ടാണ് ഇതിൻ്റെ അവസാനത്തിൽ നിങ്ങൾ കണ്ടു കീ എന്ന് ഉപയോഗിച്ചു. അപ്പോൾ എന്താണ് ഇവിടെ ഇതിൻ്റെ അർത്ഥം അങ്ങനെയാണല്ലോ, ഈ കറുപ്പ് സാജിദിൻ്റെ കിതാബ് എന്നാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് നഈ എന്ന് മുഅന്നസായി, കിതാബ് മുഅന്നസായത്. ഓക്കെ. നഈ കിതാബ്, ഈ പുതിയ കിതാബ്, സാജിദ് കി ഹേ, സാജിദിൻ്റേതാണ്, സാജിദിൻ്റേത് ആണ്, ഹേ. പിന്നെ അടുത്ത് മേര പുരാന കലം കൽ ഗും ഹോ ഗയേ. മേര പുരാന കലം, എൻ്റെ പഴയ എന്നർത്ഥം, പുരാന കലം എൻ്റെ പഴയ പേന എന്നർത്ഥം. കൽ ഇന്നലെ, ഗും ഹോ ഗയി നഷ്ടപ്പെട്ടു, ലോ എന്നർത്ഥം. ഓക്കെ, മിസ്സായി എന്നർത്ഥത്തിനേക്കാണ്. ഇവിടെ നമ്മൾ കൽ എന്നുള്ളതിന് രണ്ടർത്ഥം ഉപയോഗിക്കാറുണ്ട്, നാളെ എന്ന്, ഇന്ന് എന്നുണ്ട്. അപ്പോൾ നമ്മളതിങ്ങനെ മനസ്സിലാക്കുന്നല്ലേ. അപ്പോൾ അതിൻ്റെ സാഹചര്യം നോക്കുക, അവിടുത്തെ ഫീൽ ഏതാന്ന് നോക്കിയാൽ മതി. അത് മാലിയായ ഫീലാണെങ്കിൽ എന്തായിരിക്കും, ഇന്നലെ എന്നായിരിക്കും. അതല്ല അത് ഇനി എന്താണ് വരാൻ മാലി അല്ലാത്ത കാലമാണെങ്കിൽ നാളെ എന്നർത്ഥം കിട്ടുന്ന എന്തെങ്കിലും ഫീലുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഇവിടെ ഹോ ഗയാ പറഞ്ഞാൽ നഷ്ടപ്പെട്ടു, മാലിയായ ഫീലാണ്.
അപ്പോൾ എന്ത് കല്ലിനർത്ഥം ഇന്നലെ. ഇനി അതല്ല അത് രഹ ഹേ എന്ന് അങ്ങനെ നഷ്ടപ്പെടും എന്നൊക്കെ അർത്ഥം വരണമെങ്കിലോ കൽ എന്നുള്ളതിന് നാളെ എന്നർത്ഥം വെക്കേണ്ടി വരും. ഇവിടെ എന്താണ് മേരെ പുരാന കലം, എൻ്റെ പഴയ പേന കൽ ഇന്നലെ ഗും ഹോ ഗയ. ഗും ഹോ ഗയ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക, മിസ്സാവുക. ഗും ഹോ ജാന എന്ന് പറയും, മിസ്സാവുക, നഷ്ടപ്പെടുക എന്നുള്ളതിന്. കാണാതാവുക, ഗും ഹോ ഗയ, എന്തായി, കാണാതായി. ഓക്കെ, ഇതിലെ പദങ്ങൾ നോക്കാൻ ഈ എന്നുള്ളത് പുതിയ, കിതാബ് കിതാബ്, സാജിദാണ് സാജിദ് തന്നെ, കിയാണ് സാജിദിൻ്റെ എന്നർത്ഥത്തിനിക്ക്, പുരാനാണ് പഴയത്, പിന്നെ കലം എന്നുള്ളത് പേന, കെൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ നാളെ എന്നൊക്കെ അർത്ഥത്തിന്. ഗും ഹോ ജാന എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക. പിന്നെ അടുത്ത വരി അച്ച ബച്ച. ഇവിടെ ബച്ച എന്നുള്ളത് ഏകവചനാണ് കേട്ടോ, അതുകൊണ്ടാണ് അച്ച എന്ന് ഉപയോഗിച്ചത്. ഓക്കെ, ഇനി ഇത് കുട്ടി അച്ച ബച്ച നല്ല കുട്ടി എന്ന് പറഞ്ഞു. ഇത് നല്ല കുട്ടികൾ എന്നാണെങ്കിൽ അച്ചേ ബച്ചേ നല്ല കുട്ടികൾ എന്നർത്ഥം. അച്ചി ത്വരെ നല്ല രൂപത്തിൽ പഠിത്താഹേ പഠിക്കുന്നു. അച്ചി ത്വരെ നല്ല രൂപത്തിൽ പഠിത്താഹേ പഠിക്കുന്നു. പഠിനാന പഠിക്കുക, പഠിത്താഹന പഠിക്കുന്നു എന്നർത്ഥം. അച്ച ബച്ച നല്ല കുട്ടി, അച്ചി ത്വരെ നല്ല രൂപത്തിൽ. അതുപോലെ തന്നെ ചോട്ടി മസ്ജിദ് മേരെ ഘർ കെ പാസ് ഹേ. ചോട്ടി മസ്ജിദ് ചെറിയ പള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ പള്ളി, നിസ്കാര പള്ളിക്കാരെ. ചോട്ടി മസ്ജിദ് ചെറിയ പള്ളി. ഇവിടെ മുഅന്നസാണ് മസ്ജിദ്, അതുകൊണ്ടാണ് ചോട്ടി എന്ന് ഉപയോഗിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ചോട്ട എന്ന് ഉപയോഗിക്കാൻ എന്ത് മസ്ജിദ് എന്നുള്ളത് മുദക്കറ എന്തെങ്കിലും പദങ്ങളാണെങ്കിൽ. അപ്പോൾ ചോട്ടി മസ്ജിദ് ചെറിയ പള്ളി, മേരെ ഘർ കെ എൻ്റെ വീടിൻ്റെ, പാസ് ഹേ അടുത്താണ്. പാസിൻ്റെ മുമ്പ് കേണ് ഉപയോഗിക്കാം കേട്ടോ. അവിടെ ചോട്ടി മസ്ജിദ് മേരെ ഘർ കെ പാസ് ഹേ എൻ്റെ വീടിൻ്റെ അടുത്താണ്. അതുപോലെ തന്നെ അടുത്തത് സഫേദ് പത്തർ രാജസ്ഥാൻ മെ മിൽത്ത ഹേ. സഫേദ് എന്നാൽ എന്താ, വെള്ള എന്നർത്ഥത്തിന് കേട്ടോ. വെള്ള, പത്തർ കല്ലുകൾ എന്ന് പറഞ്ഞാൽ മാർബിൾ എന്നർത്ഥം. മാർബിളുകൾ രാജസ്ഥാൻ മേ, രാജസ്ഥാനിൽ, മേ എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം, ഫി എന്നർത്ഥത്തിന്. മിൽത്ത ഹേ ലഭിക്കുന്നു, ലഭ്യമാവുന്നു. ലഭ്യമാവുന്നതിന് പാന എന്ന് ഉപയോഗിക്കാറുണ്ട് ലഭിക്കുന്നതിനേക്ക്. അപ്പോൾ വെള്ളക്കല്ലുകൾ അഥവാ മാർബിളുകൾ രാജസ്ഥാനിലാണ് ലഭിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഇതിലെ പദങ്ങൾ നോക്കുക. അച്ചാറിന നല്ല, ബച്ചാറിന കുട്ടി, അതിൻ്റെ ജമ്മ് ബച്ചേ എന്ന് കുട്ടികൾ എന്നായിരിക്കും. അച്ചി ത്വരഹ നല്ല രൂപത്തിൽ പഠിത്താഹ എന്ന പഠിക്കുന്നു. ചോട്ടി മസ്ജിദ് ചെറിയ പള്ളി, മേരെ എൻ്റെ ഗർക്ക വീടിൻ്റെ പാസ് അടുത്താണ്. സഫേദ് പത്തർ വെള്ളം കല്ലുകൾ രാജസ്ഥാനിൽ മിൽത്താഹ ലഭിക്കുന്നു എന്നൊക്കെയാണ് ഈ 3 വരികളിലുള്ളത്. പിന്നെ അടുത്തത് മീഠാ പൽ ഗാവോ ഗട്ടാ പൽ ഗാന അച്ഛാ നഹി ഹെ തുംനെ നയി ചപ്പൽ ഖരീദോ എന്നാണ് പറഞ്ഞത്. മീട്ടപ്പൽ നല്ല മധുരമുള്ള പഴങ്ങൾ, ഗാവോ എന്ന് പറഞ്ഞു തിന്നു, ഗാവോ തിന്നു എന്നർത്ഥം, അമ്രാൻ കേട്ടോ. മീട്ടാപ്പൽ നല്ല മധുരമുള്ള പഴങ്ങൾ, ഗാവോ തിന്നു. ഗട്ടാപ്പൽ പുളിപ്പുള്ള പഴങ്ങൾ, ഗട്ട എന്ന് പറഞ്ഞാൽ പുളിയുള്ളത് എന്നർത്ഥം, ഗട്ട പുളിയുള്ളത്. ഫൽ പുളിയുള്ള പഴങ്ങൾ, ഗാന തിന്നൽ, അച്ചാ നഹീഹെ തിന്നൽ നല്ലതല്ല, തിന്നൽ നല്ലതല്ല. അടുത്തത് തും നൈ ചപ്പൽ ഖരീദോ, നീ പുതിയ ചെരുപ്പ് വാങ്ങൂ. ഖരീദിനാണ് വാങ്ങൂ, അതിൻ്റെ അമ്രാണ് ഖരീദോ, നീ പുതിയ ചെരുപ്പ് വാങ്ങൂ എന്നാണ് കേട്ടോ. ഇവിടെ മീട്ടാന മധുരമുള്ള, പൽ എന്ന് പറഞ്ഞാൽ പയം, കാവോ എന്ന് പറഞ്ഞാൽ ഗാന എന്നുള്ളതിൻ്റെ അമ്രാണ്, അമ്രാൻ ചെയ്യൂ എന്നർത്ഥം, തിന്നു. പിന്നെ ഗട്ട എന്ന് പറഞ്ഞാൽ പുളിയുള്ള, പൽ എന്ന് പറഞ്ഞാൽ പയം, ഖാനാന തിന്നൽ, അച്ചാ നഹി ഹെ നല്ലതല്ല, അച്ചാ നല്ലത്, നഹി അല്ല, അപ്പോൾ നല്ലത് അല്ല എന്നർത്ഥം. തും നിങ്ങൾ, നൈ പുതിയ, ചപ്പൽ ഖരീദോ ചെരുപ്പ് വാങ്ങൂ എന്നൊക്കെയാണ്. അപ്പോൾ ഇതിലെ പദങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി. ഇനി നമുക്കതിലെ വർക്കുകളൊന്ന് നോക്കാം. വർക്കുകളായിട്ടുള്ളത് റെയിൽ കെ ഖാനെ സെ മുനാസബ് ജുംല ബനാവോ എന്നാണ്. ഇതിൽ നിന്ന് എടുത്തിട്ട് ജുംലകൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാനാണ് പറയുന്നത്. ഇവിടെ സിഫത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. സിഫത്ത് പറഞ്ഞാൽ ഈ വിശേഷണം, എന്താണ് നമ്മൾ കൊടുക്കുന്ന വിശേഷണം, അതാണ് ഈ സിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൗസൂഫ് എന്ന് പറഞ്ഞാൽ ആ വിശേഷണം കൊടുക്കപ്പെട്ട ആൾ, അതിന് കാണുന്ന മൗസൂഫ് എന്ന് പറയാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ എന്താവും, സിഫത്ത് മൗസൂഫും കൂടെ ഒരു മുബത്തതയാവും. പിന്നെ ആ മുബത്തതയ്ക്ക് എന്ത് വേണം, ഖബർ വേണം. ആ ഖബറാണ് പിന്നെ കൊടുക്കാനുള്ളത്, ശേഷമുള്ളത്. പിന്നെ ഒരു ഹേയും കൊടുക്കും. നമ്മളൊരു ജുംല ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ. നമ്മൾ സിഫത്തുകൾ നോക്കുക. ഗട്ട എന്ന് പറഞ്ഞാൽ എന്താണ്, പുളിയുള്ള. പിന്നെ മീഠ മധുരമുള്ള. കാല കറുത്ത. സഫേദ് പറഞ്ഞാൽ വെളുത്ത എന്നർത്ഥം, സഫേദ് പറഞ്ഞാൽ വെളുത്ത എന്നർത്ഥം കേട്ടോ. പിന്നെ ഈ കാല എന്ന് പറഞ്ഞാൽ കറുത്ത എന്നുള്ളത് മുദക്കറായി ഉപയോഗിക്കുക. ഞാൻ മുനസ്സായി ഉപയോഗിക്കുമ്പോൾ കാലി എന്ന് പറഞ്ഞാൽ കറുത്ത. അപ്പോൾ
എന്താണ് കിതാബോ മസ്ജിദ് കിതാബൊക്കെ ആണെങ്കിൽ കാലി എന്ന് ഉപയോഗിക്കേണ്ടി വരും. ഇനി കലമാണെങ്കിലോ കാല എന്ന് ഉപയോഗിക്കേണ്ടി വരും. അതാണ് വ്യത്യാസം, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഉജലി, ഉജലി എന്നുള്ളത് ഉജല, ഉജലി എന്നാണ്. ഉജല എന്ന് പറഞ്ഞാൽ വെളുത്ത എന്നർത്ഥം, സഫേദ് എന്ന അർത്ഥത്തിനേക്കാണ് ഉജല, ഉജലി എന്നൊക്കെ വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്തതിൽ മൗസൂഫ്. മൗസൂഫാണ് വിശേഷണം പറയപ്പെടുന്നത്. സേബ് ആപ്പിൾ, കേല പറഞ്ഞാൽ വാഴപ്പഴം, ഗഡി പറഞ്ഞാൽ ക്ലോക്ക് എന്നർത്ഥം, ടോപ്പി പറഞ്ഞാൽ തൊപ്പി, ചഷ്മ എന്ന് പറഞ്ഞാൽ ചഷ്മ പറഞ്ഞാൽ കണ്ണാടി, കണ്ണട കേട്ടോ. പിന്നെ അതുപോലെ ചഷ്മ പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന കണ്ണട എന്നർത്ഥത്തിന്. അങ്കൂട്ടി എന്ന് പറഞ്ഞാൽ മോതിരം കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ സിഫത്തും മൗസൂഫും വെച്ച് നമ്മളൊരു ഇതുണ്ടാക്കി, മുബത്തദ ഉണ്ടാക്കി. അപ്പോൾ മീട്ടാ സേബ്, നല്ല മധുരമുള്ള ആപ്പിൾ, അച്ചാ ഹേ, അച്ച അതിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഖബർ എടുത്ത അച്ച എന്നുള്ളത്, പിന്നെ ഹേ ചേർത്ത് കൊടുക്കുക. ഇനി അത് മുഅന്നസ് ആണെങ്കിലും അച്ചി എന്ന് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ ബുരി, ബുരി എന്ന് പറഞ്ഞാൽ ചീത്തയായത്, മോശമായത് എന്നർത്ഥം. അത് മുഅന്നസാണ്, അതിൻ്റെ മുദക്കറാണ് ബുര എന്നുള്ളത്. അതുപോലെ തന്നെ ചോട്ടി എന്നാണ് ചെറുത്, ചോട്ടി എന്നാലും ചെറുത് തന്നെ, അത് മുഅന്നസ് മുദക്കർ. അതുപോലെ തന്നെ നെയ്യ്, പുതിയത്, നെയ, അതന്നെ നെയ്യ്, നെയ്യ് പറഞ്ഞാൽ പെണ്ണ് മുഅന്നസ് ആകുമ്പോൾ, നെയ്യ എന്നുള്ളത് മുദക്കറാകുമ്പോൾ. അതുപോലെ തന്നെ പുരാനി പറഞ്ഞാൽ പഴയത് എന്നർത്ഥം, പുരാന എന്ന് പറഞ്ഞാലും അതന്നെ അർത്ഥം, അത് മുദക്കറും മുഅന്നസും. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ്, ഓരോ മുബത്തദാണ് സിഫത്തും മൗസൂഫും കൂടി ഒരു മുബത്തദ ഉണ്ടാക്കുക, ഒരു ഖബർ ചേർത്തിട്ട് ഒരു ജുംല ഉണ്ടാക്കുക. അപ്പോൾ എന്താണ് ഇപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ കാലി പറഞ്ഞാൽ കറുത്ത എന്നല്ലേ, കാലി കേല അല്ല കാലി അല്ലെങ്കിൽ ഉജലി ഏതെങ്കിലും ഉപയോഗിക്കുക. അങ്കോട്ടി, ഇപ്പോൾ ഉജലി അങ്കോട്ടി, വെളുത്ത നിറത്തിലുള്ള മോതിരം, പുരാനി ഹേ, പഴയതാണ്. അതല്ല ഇനി വേറെ എന്തെങ്കിലും, സഫേദ് ടോപ്പി, അതായത് അതുപോലെ തന്നെ കാലി ടോപ്പി, കറുത്ത തൊപ്പി, ചോട്ടി ഹേ, ചെറുതാണ്. അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ജുംലകൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഒരു 10 ജുംല എന്തായാലും ഉണ്ടാക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്തത് തെർത്തീബ് സഹീകരോ എന്നാണ്. ഇവിടെ എന്തുണ്ട്, ക്രമം തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഓരോ ജുംലകൾ. അത് നിങ്ങളെന്ത് ചെയ്യണം, ഈ പാഠഭാഗത്തിൽ നോക്കിയിട്ട് ക്രമപ്പെടുത്തി അർത്ഥം മനസ്സിലാക്കിയതാണ്. മേലെ ഗർക്കെ പാസ് ഹേ ചോട്ടി മസ്ജിദ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആ ക്രമം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നോക്കിയാൽ കിട്ടും, അത് എഴുതുക. അതുപോലെ തന്നെ പൽ മീട്ട ഗാവോ, പഴം പഴുത്ത തിന്നു, അല്ല മധുരമുള്ളത് തിന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ ആ ക്രമത്തിൽ എഴുതുക. അതുപോലെ തന്നെ ഗാന ഘട്ട പൽ അച്ച നഹി ഹേ എന്നുള്ളതും ക്രമപ്പെടുത്തി എഴുതുക. കലം ലാൽ മേരാഹ, അതും ക്രമപ്പെടുത്തി എഴുതുക. പിന്നെ അതുപോലെ തന്നെ ഖാലി ജഗ കറോ എന്നാണ്. ഇവിടെ എന്തുണ്ടാവും, ഇവിടെ കുറച്ച് ചോദിച്ചിട്ട് സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾ പൂർത്തീകരിക്കണം. മേരാ കലം കൽ ഗും ഹോ ഗയ, അതൊക്കെ ഞങ്ങൾ പുസ്തകത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ നോക്കുക, എന്നിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതുക. അച്ച ബച്ച അച്ചി തരപ്പെടുത്താ ഹേ, അതുപോലെ തന്നെ മീട്ടാ പൽ ഗാവോ, അതുപോലെ തന്നെ ഗട്ടാ പൽ ഗാന അച്ച നഹി, ഇതൊക്കെ നിങ്ങൾ പുസ്തകത്തിൽ നോക്കി എഴുതേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 1, 2, 3 വർക്കുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒന്നാമത്തിൽ നിന്നും ഒരു 10 ജുംല കേട്ടോ, ടോട്ടലായിട്ടൊരു 10 ജുംല, ഒരു സിഫത്ത് എടുക്കുക, ഒരു മൗസൂഫ് എടുക്കുക, ഒരു ഖബർ എടുക്കുക, പിന്നെ ഒരു അവസാനത്തത് എടുക്കുക. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക, മുബത്തദ ഖബർ ഉണ്ടാക്കണേ സിഫത്ത് മൗസൂഫ് ചേർത്ത് ഉണ്ടാക്കുക, എന്നിട്ട് മുബത്തദ ഉണ്ടാക്കുക, എന്നിട്ട് ഖബർ ഇവിടുന്ന് ഖബർ എടുത്തിട്ട് ശേഷമുള്ളതും കൂട്ടിച്ചേർത്ത് ചെയ്താൽ ജുംലകളാവും. അങ്ങനെ ഒരു 10 ജുംലകൾ അർത്ഥം ഏകദേശം യോജിക്കുന്ന രൂപത്തിൽ ഒരു 10 ജുംലകൾ ഈ കളിയിൽ നിന്ന് ഉണ്ടാക്കുക. അതാണ് നമ്മുടെ ഈ പാഠത്തിലെ വർക്ക്. പിന്നെ മുമ്പത്തെ പാഠങ്ങളോ അല്ലെങ്കിൽ ഈ പാഠങ്ങളോ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, പേഴ്സണായി ചോദിച്ചാൽ പറഞ്ഞു തരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്, മടിക്കരുത്. ഓക്കെ, അസ്സലാമു അലൈക്കും.